പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കൃപാസന പ്രസാദപരമാതാവേ, എല്ലാം നഷ്ടപ്പെട്ടേ മുന്നോട്ട് പോകുവാൻ ശക്തിയില്ലാത്ത ഈ സമയത്ത് അമ്മയുടെ ദൈവിക സഹായം നൽകണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. പ്രിയപ്പെട്ട മാതാവേ, ഒരു തിന്മയും ഞങ്ങളെ ബാധിക്കാതിരിക്കാൻ, ഒരു പ്രതികൂല സാഹചര്യത്തിലും ഞങ്ങളെ വീഴ്ത്താതിരിക്കാൻ പരിശുദ്ധ മാതാവേ, അങ്ങയുടെ സംരക്ഷണം ഞാൻ അഭ്യർത്ഥിക്കുന്നു. സമയത്തിൻ്റെ മേൽ അധികാരമുള്ള പരിശുദ്ധ മാതാവേ, ദൈവിക വെളിച്ചം ഞങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കുകയും ഞങ്ങൾ ആഗ്രഹിക്കുന്ന സമാധാനവും സന്തോഷവും കണ്ടെത്തുന്നതിന് സുരക്ഷിതമായ സ്ഥലത്തേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. ഓ പ്രിയ അമ്മേ, അമ്മയാലും ഞങ്ങളെ സഹായിക്കാനുള്ള അമ്മയുടെ ശക്തിയാലും എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതിനാൽ അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ മുൻപാകെ മാധ്യസ്ഥം വഹിക്കുവാൻ ഞാൻ അമ്മയോടെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങേ പുത്രൻ ഞങ്ങളെ അനുകമ്പയോടും കരുണയോടും കൂടി നോക്കുകയും അടിയന്തരമായി ഒരു അത്ഭുതം ആവശ്യപ്പെടുകയും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്യട്ടെ. ഓ പരിശുദ്ധ മാതാവേ, എൻ്റെ ഭവനത്തെയും എൻ്റെ രാജ്യത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കാനും എല്ലാ തിന്മകളിൽ നിന്ന് സംരക്ഷിക്കുവാനും ഞാൻ അമ്മയോടെ പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ മധ്യസ്ഥത ഞങ്ങളുടെ സ്ഥലങ്ങളിൽ, ഞങ്ങളുടെ വീടുകളിൽ, ഞങ്ങളുടെ രാജ്യത്തെ ഐക്യവും നീതിയും കൊണ്ടുവരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ദൈവമാതാവേ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസകരമായ നിമിഷങ്ങളിൽ പോലും എപ്പോഴും അമ്മ എൻ്റെ അരികിൽ ഉണ്ടായിരിക്കുന്നതിന് ഞാൻ നന്ദി പറയുന്നു. കൃപാസന പ്രസാദപരമാതാവേ, അമ്മയുടെ അനുഗ്രഹം എപ്പോഴും എന്നോടും എൻ്റെ ഭവനത്തോടും എൻ്റെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. എല്ലായ്പ്പോഴും അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കട്ടെ. പരിശുദ്ധ മാതാവേ, ഈ നിമിഷത്തിൽ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ എന്നെയും എൻ്റെ ഭവനത്തെയും അമ്മയുടെ മുമ്പിൽ പ്രതിഷ്ഠിക്കുന്നു. അമ്മ ഞങ്ങളുടെ എല്ലാവരുടെയും അമ്മയാണെന്നും അമ്മയുടെ ഓരോ മക്കൾക്കും നിരുപാധികമായ സ്നേഹം നൽകുന്നുവെന്നും എനിക്കറിയാം. അതിനാൽ എൻ്റെ അടിയന്തര അഭ്യർത്ഥന അനുഭവിക്കുവാൻ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അമ്മയോടെ അപേക്ഷിക്കുന്നു. ഓ പ്രിയ മാതാവേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കുന്നു. അതിനെ തരണം ചെയ്യുവാനുള്ള ശക്തി ഞാൻ കണ്ടെത്തുന്നില്ല. അതുകൊണ്ടാണ് എൻ്റെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ എന്നെ സഹായിക്കുവാൻ ഞാൻ അമ്മയിലേക്ക് തിരിയുന്നത്. അമ്മയുടെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ മുൻപാകെ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ ഞാൻ അമ്മയോടെ ആവശ്യപ്പെടുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഓ പ്രിയപ്പെട്ട അമ്മേ, എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെടുവാൻ ഇടയാകട്ടെ. അമ്മ എപ്പോഴും എന്നെയും എൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അതിനാൽ അമ്മയുടെ വിശുദ്ധ മേലങ്കിയാൽ ഞങ്ങളെ മൂടേണമേ. ഞങ്ങൾക്ക് തീവ്രമായി അന്വേഷിക്കുന്ന സമാധാനവും സന്തോഷവും ഐശ്വര്യവും കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു. കൃപാസന പ്രസാദപരമാതാവേ, എൻ്റെ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുവാൻ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു. അമ്മയുടെ ദിവ്യപ്രകാശം ഞങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ വഴിയിൽ വെളിച്ചമായി സന്തോഷമായി സമൃദ്ധിയായി നിറഞ്ഞു നിൽക്കുകയും ചെയ്യട്ടെ. ഞങ്ങളെ ഒരു നല്ല ഭാവിയിലേക്ക് നയിക്കണമേ. ദൈവമാതാവേ, ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്ന കൃപ എനിക്ക് നൽകണമേ. അമ്മയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, അമ്മ എനിക്കായി ഒരു പ്ലാനുണ്ടെന്ന്, സംഭവിക്കുന്നതെല്ലാം എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനാൽ ഞാൻ അമ്മയിലും അമ്മയുടെ നിരുപാധികമായ സ്നേഹത്തിലും വിശ്വസിക്കുന്നു.
ഓ പ്രിയപ്പെട്ട അമ്മേ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. അമ്മയുടെ മധ്യസ്ഥത എൻ്റെ വീട്ടിൽ സമാധാനവും ഐക്യവും കൊണ്ടുവരട്ടെ. എൻ്റെ സമൂഹത്തിലും എൻ്റെ രാജ്യത്തിലും സംരക്ഷണം നൽകണമേ. എൻ്റെ രാജ്യത്തെ അനുഗ്രഹിക്കണമേ. അമ്മയുടെ സംരക്ഷണം ഞങ്ങളെല്ലാവർക്കും ഉണ്ടാകണമേ എന്ന് ഞാൻ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. കൃപാസന പ്രസാദപര മാതാവേ, അങ്ങയുടെ വിശുദ്ധ മേലങ്കിയാൽ ഞങ്ങളെ മൂടേണമേ. ഞങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ വഴിയിലുള്ള ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. അമ്മയുടെ ദിവ്യപ്രകാശം ഞങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കട്ടെ. സ്നേഹവും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഒരു നല്ല ഭാവിയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ദൈവമാതാവേ, ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്ന കൃപ ഞങ്ങൾക്ക് നൽകണമേ. അമ്മയുടെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നിറയട്ടെ. പ്രിയപ്പെട്ട അമ്മേ, എല്ലാ നന്മയുടെയും കാരുണ്യത്തിൻ്റെയും ഉറവിടം അമ്മയാണ്. എല്ലാ രോഗങ്ങളും കഷ്ടപ്പാടുകളും സുഖപ്പെടുത്തുവാൻ അമ്മയ്ക്ക് ശക്തിയുണ്ട്. അമ്മയുടെ പുത്രനായ യേശുക്രിസ്തു അനുകമ്പയോടും കരുണയോടും കൂടെ എന്നെ നോക്കുവാനും എൻ്റെ പ്രിയപ്പെട്ടവരെ നോക്കുവാനും പലവിധത്തിലുള്ള രോഗശാന്തിക്കായി കരയുന്നവരെ നോക്കുവാനും ഞാൻ അമ്മയോടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, രോഗശാന്തി ആവശ്യമുള്ള എല്ലാവരെയും ഈ നിമിഷം എൻ്റെ പ്രാർത്ഥനയോടൊപ്പം അമ്മയുടെ മാതൃകരങ്ങളിൽ സമർപ്പിക്കുന്നു. കൃപാസന പ്രസാദപര മാതാവേ, അമ്മയുടെ സംരക്ഷണത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരം നീട്ടി രോഗാവസ്ഥയിലായിരിക്കുന്ന എല്ലാവർക്കും രോഗസൗഖ്യം കൊടുക്കണമേ. മാതാവേ, എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെടട്ടെ. അമ്മ ഞങ്ങളെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ. അമ്മയുടെ പവിത്ര മേലങ്കിയാൽ ഞങ്ങളെ മൂടണമേ. ഞങ്ങൾ തീവ്രമായി അന്വേഷിക്കുന്ന സമാധാനം കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ അലട്ടുന്ന ശാരീരികവും മാനസികവും വൈകാരികവുമായ എല്ലാ പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കുവാൻ അമ്മയുടെ സഹായം ഞാൻ അഭ്യർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെയും എൻ്റെയും അമ്മയായ പരിശുദ്ധ മാതാവേ, അങ്ങയുടെ തീവ്രമായ പ്രകാശം ഞങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കുകയും പരിപൂർണമായ രോഗശാന്തിയിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യട്ടെ. പരിശുദ്ധ മാതാവേ, ലോകം മുഴുവനുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ. അമ്മയുടെ സംരക്ഷണം ഞങ്ങളെ എല്ലാ തിന്മകളിൽ നിന്നും മോചിപ്പിക്കട്ടെ. ഞങ്ങളെ ബാധിക്കുന്ന രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് സംരക്ഷണം ലഭിക്കട്ടെ. ഓ പ്രിയപ്പെട്ട അമ്മേ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുവാനും എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷിക്കുവാനും ഞാൻ അമ്മയോടെ പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ മധ്യസ്ഥത എൻ്റെ വീട്ടിൽ സമാധാനവും ഐക്യവും കൊണ്ടുവരട്ടെ. ഞങ്ങളുടെ ഭവനങ്ങളിലെ തിന്മയെ നീക്കം ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് ഒരാൾ പോലും ദൈവസ്നേഹത്തിനെതിരായി 10 കൽപ്പനകൾക്ക് എതിരായി പാപം ചെയ്യാൻ അനുവദിക്കരുതേ. കൃപാസന പ്രസാദപര മാതാവേ, അമ്മയുടെ സംരക്ഷണവും മധ്യസ്ഥതയും എപ്പോഴും ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടാകണമേ. പരിശുദ്ധ അമ്മേ, എൻ്റെ പ്രാർത്ഥനകൾ കേട്ടതിനും എപ്പോഴും എൻ്റെ അരികിൽ ഉണ്ടായിരിക്കുന്നതിനും ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു. അമ്മയുടെ അനുഗ്രഹം എന്നോടൊപ്പവും എൻ്റെ ഭവനത്തോടൊപ്പവും ഉണ്ടായിരിക്കട്ടെ. എല്ലായ്പ്പോഴും അമ്മയുടെ സംരക്ഷണം അനുഭവിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ.